KPCCയുമായി സഹകരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. അച്ചടക്ക ലംഘനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന കർശന നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നു. പുനഃസംഘടനയിലെ പരാതി പരിഹരിക്കും. തർക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചാൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്ന് ഹൈക്കമാൻഡ് അറിയിച്ചു. KPCC പരിപാടികൾ വി ഡി സതീശൻ ബഹിഷ്കരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഇടപെടൽ. അതേസമയം ദീപദാസ് മുൻഷിക്കെതിരെയും വർക്കിംഗ് പ്രസിഡന്റുമാർക്കെതിരെയും വി ഡി സതീശൻ പരാതി അറിയിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. ആറുഷിപാലും നോബൽ മാരിക്കാരനും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, വെരി ഗുഡ് മോർണിംഗ്. നോബൽ, വെരി ഗുഡ് മോർണിംഗ്. KPCCയുമായി സഹകരിക്കാതെ പോകുന്ന വി ഡി സതീശനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. KPCC നിർവാഹക സമിതി യോഗം പോലും നേതൃയോഗ സമിതി പോലും വിളിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഒടുവിൽ വി ഡി സതീശന് ഹൈക്കമാൻഡ് ആ നിർദ്ദേശം കൊടുത്തുവെന്നാണ് അറിയുന്നത്. അതേസമയം വി ഡി സതീശന്റെ ചില ആശങ്കകളും ഹൈക്കമാൻഡ് കേൾക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വേണോ മനസ്സിലാക്കാൻ. ഇനി എന്താണ് വി ഡി സതീശന് മുന്നിലുള്ള വഴി? KPCCയുമായി സഹകരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലല്ലോ അല്ലേ? അരുൺകുമാർ, ഇന്നലെ കോൺഗ്രസ് ദേശീയ നേതൃത്വം വിളിച്ചു ചേർത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിൽ ആദ്യഘട്ടത്തിൽ നേതാക്കൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരുടെ പരാതികളും പരിഭവങ്ങളും നേതൃത്വത്തെ അറിയിച്ചു. പിന്നീടാണ് ഒരുമിച്ച് യോഗം ചേർന്നത്. അവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഹൈക്കമാൻഡ് അന്ത്യശാസനത്തിന് സമാനമായ കർശന നിർദ്ദേശമാണ് നൽകിയത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പ്, സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കേണ്ട ഘട്ടത്തിൽ അനാവശ്യമായ കടുംപിടുത്തവുമായി മുന്നോട്ടു പോകാൻ പാടില്ല എന്ന കർശന നിലപാട് ഹൈക്കമാൻഡ് എടുക്കുന്നു. KPCCക്ക് വഴങ്ങണം, KPCCയുടെ എല്ലാ പരിപാടികളുമായി സഹകരിക്കണം, അച്ചടക്ക ലംഘനം ഒരു കാരണവശാലും വെച്ചുപൊറുപ്പിക്കില്ല എന്ന നിലപാട് ഹൈക്കമാൻഡ് അവിടെ ആവർത്തിച്ചു. അത് ദീപദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ ആ നിലപാടാണ്. അവിടെ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം ആ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഏതായാലും യോഗം അവസാനിക്കുന്നതിന് മുമ്പ് ചെന്നൈയിലേക്ക് അടിയന്തരമായി പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞ വി ഡി സതീശൻ അവിടുന്ന് തിരിക്കുകയും ചെയ്തു. മാധ്യമങ്ങളോട് പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. KPCC നേതൃത്വത്തിനെതിരെയും വർക്കിംഗ് പ്രസിഡന്റിനെതിരെയും ദീപദാസ് മുൻഷിക്കെതിരെയും കടുത്ത പരാതികൾ, കടുത്ത ആരോപണങ്ങളടക്കം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷനെ നിയന്ത്രിക്കുന്നത് വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിലും AP അനിൽകുമാറും PC വിശ്വനാഥുമാണെന്ന് പ്രധാന പരാതി. ദീപദാസ് മുൻഷിയാണ് സംസ്ഥാന കോൺഗ്രസിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന പരാതി കൂടി ഉന്നയിച്ചിട്ടുണ്ട്.